പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ലോക്സഭ 12 മണിവരെയും രാജ്യസഭ 2 മണിവരെയും പിരിഞ്ഞു. പ്രധാനമന്ത്രി എവിടെയെന്ന് ചോദ്യമുയർത്തി പ്രതിപക്ഷം ലോക്സഭയിൽ പ്രതിഷേധിച്ചു. ബീഹാർ SIR വിഷയത്തിലും രാജ്യസഭയിൽ പ്രതിഷേധമുയർന്നു. വിഷയം രാജ്യസഭയിൽ ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ നൽകിയ നോട്ടീസ് ഉപാധ്യക്ഷൻ തള്ളി. ജനങ്ങളുടെ വിഷയങ്ങൾ ഉന്നയിക്കേണ്ട സമയങ്ങൾ ഇല്ലാതാക്കരുതെന്ന് പ്രതിപക്ഷത്തോട് സഭാധ്യക്ഷൻ പറഞ്ഞു. उत्तर सभा पटल पर रख दिया है। श्री अरुण गोविल, आप सदन नहीं चलाना चाहते? आपने मुझे सदन नहीं चलाना चाहते? I am not admitting any of the notices. माननीय सदस्यगण, कहीं कल बहुत एक्सप्लेन कर दिया अच्छी तरह, कल बहुत विस्तार से मैंने बता दिया. I have explained in detail. Please. PR അരവിന്ദ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അരവിന്ദ്, എന്താണ് സഭയിൽ നടക്കുന്നത്? ഈ വർഷകാല സമ്മേളനത്തിൽ ഒരു തരത്തിലും ഒരു ഒത്തുതീർപ്പിന് പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. കൃത്യമായി ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ച ചെയ്യണമെന്ന് തന്നെയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഇന്ന് പാർലമെന്റ് ആരംഭിച്ചപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും സമാനമായ വിഷയം ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിക്കുകയായിരുന്നു. ലോക്സഭയിൽ പ്രധാനമന്ത്രി എവിടെ, പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഒളിച്ചിരിക്കുന്നു നടക്കാനുള്ള മുദ്രാവാക്യങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിയത്. കൃത്യമായി ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ച ചെയ്യണമെന്ന് തന്നെ ലോക്സഭയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നടുത്തളത്തിലടക്കം ഇറങ്ങിക്കൊണ്ടായിരുന്നു ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. തുടർന്ന് ലോക്സഭ 12 മണിവരെയാണ് പിരിഞ്ഞിരിക്കുന്നത്. അതേസമയം രാജ്യസഭയിൽ കൃത്യമായ രീതിയിൽ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തന്നെ പ്രതിപക്ഷം ഒരു പ്രതിഷേധം സൃഷ്ടിക്കുകയായിരുന്നു. പ്രധാനമായും അവർ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചട്ടം 267 പ്രകാരം നോട്ടീസുകൾ നൽകിയത്. പക്ഷേ ഈ നോട്ടീസുകൾ തള്ളിയതിന് പിന്നാലെയാണ് പ്രതിഷേധം ശക്തമായത്. തുടർന്ന് രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. എന്തായാലും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പാർലമെന്റിൽ ചർച്ച നടക്കണം. ചർച്ച ഇല്ലാതെ ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ ഒരു സമാധാനത്തിനോ തയ്യാറല്ല എന്ന് തന്നെ പ്രതിപക്ഷം വ്യക്തമാക്കുന്നു. എന്തായാലും ഇന്ന് സഭ വീണ്ടും പുനരാരംഭിക്കുമ്പോൾ സമാനമായ രീതിയിൽ പ്രതിഷേധം തുടരുവാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ശരി.